പ്രിയരെ നമസ്കാരം. ജനാധിപത്യത്തെപ്പറ്റി എബ്രഹാം ലിങ്കൻ പറഞ്ഞ ഡെഫിനിഷൻ എനിക്ക് ഓർമ്മ വരികയാണ്. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെപ്പറ്റി എബ്രഹാം ലിങ്കൻ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി വികാരം എന്താണോ, അവരുടെ ഇച്ഛ എന്താണോ, അവരുടെ ഇച്ഛക്കനുസൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനങ്ങളാണ് വേണ്ടത്. പക്ഷേ മദ്യമാണ് ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിന് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ മദ്യം കോരിക്കൊടുക്കുക എന്നുള്ള അർത്ഥം അതിൽ നിന്ന് ദ്വയാർത്ഥം കാണേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുജന വികാരം എപ്പോഴും വളരെ പരമപ്രധാനമാണ്. 102 MLA ഉള്ള നമ്മുടെ നിയമസഭയിൽ ഏകദേശം 2 മണിക്കൂറുണ്ടെങ്കിൽ 4-ാം തീയതി ഇലക്ഷൻ കൗണ്ട് ചെയ്തു, ഇന്ന് 13-ാം തീയതി ആവുന്നു, 9 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ 9 ദിവസം പിന്നിട്ടിരിക്കുമ്പോൾ തന്നെ കേവലം 2 മണിക്കൂറുണ്ടെങ്കിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുകയും ഉടനെ തന്നെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതൊരു ഹിഡൻ അജണ്ട പോലെയുള്ളൊരു സംവിധാനങ്ങളാണ്. ഇലക്ഷൻ വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ആരാകണമെന്ന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അത് ഈ ഹൈക്കമാൻഡ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ട് ഇന്ന ആളെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കണം എന്നുള്ള ഒരു അജണ്ട കൃത്യമായിട്ടുണ്ടെന്നുള്ളതിന് തർക്കമില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം, ഒന്ന് MLA കാര്യപ്രാപ്തി ഇല്ലായ്മ അല്ലെങ്കിൽ കാര്യശേഷി ഇല്ലാതെ അല്ലെങ്കിൽ MLA ദുർഗണന്മാരാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, MLA ദുർഗുണന്മാരാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഏജൻസിന് ഔട്ട്സൈഡിലുള്ള ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാവാം. പക്ഷേ നിലവിലുള്ള MLA വളരെ കഴിവും കാര്യപ്രാപ്തിയും കാര്യശേഷിയൊക്കെ ഉള്ള ഒരു MLA മറ്റ് ഒരു സംവിധാനത്തെപ്പറ്റി ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ തയ്യാറായിരുന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇന്ത്യയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ ഇന്ത്യയിൽ ഷുഗർ സീറ്റ് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലോ വയനാട് പോലെയുള്ള ജില്ലകളിലൊക്കെയാണ് ആകെ ഷുഗർ സീറ്റ്. രാഹുൽ ഗാന്ധിക്കും പ്രിയ ഗാന്ധിക്കൊക്കെ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഷുഗർ സീറ്റുള്ളതാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ ഇടഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് പ്രിയങ്ക ഗാന്ധിക്കൊക്കെ തന്നെ താല്പര്യമുള്ളതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി നീണ്ടു പോകുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും ഇത് ജനങ്ങളോട് ചെയ്യുന്ന കൊടും വഞ്ചനയാണ്. കഴിഞ്ഞ 9 ദിവസം ഭരണം ഇല്ല, സംസ്ഥാനത്ത് ഭരണമില്ല, പിഞ്ചു കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് അടിയന്തരമായിട്ട് നമുക്കറിയാം, ആരെ പ്രഖ്യാപിച്ചാലും എന്നെ സംബന്ധിച്ചത് പ്രശ്നമില്ല, അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണത്തെ സംബന്ധിച്ച് പ്രശ്നമില്ല. പക്ഷേ എന്ത് തന്നെയായാലും അടിയന്തരമായി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പൊതുവികാരം കണക്കിലെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശവക്കുഴി തോണ്ടലായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടാകണമെന്നാണ് യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം, ബഹുഭൂരിഭാഗം MLA പിന്തുണ, ആ പിന്തുണ എങ്ങനെ ഉണ്ടായി എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ബഹുഭൂരിഭാഗം MLA പിന്തുണയുണ്ടെങ്കിൽ ആ MLA സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഔട്ട്സൈഡിലുള്ള ഒരാളാണ് മുഖ്യമന്ത്രി ആകണമെന്ന് പറയാനുള്ള പ്രധാനമുള്ള ചേതോവികാരം എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തു തന്നെയായാലും ഇലക്ഷൻ കഴിഞ്ഞു, ഇത്രയും ദിവസം പിന്നിട്ടു, ഭരണം അനിശ്ചിതത്വത്തിലാണ്. ഭരണം അനിശ്ചിതത്തിലാകുന്ന മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF അപമാനിതരാകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടിയന്തരമായി ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങളാണ് എല്ലാത്തിൻ്റെയും സർവശക്തി എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദീർഘവീക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.